കണ്ണൂർ ചെങ്ങളായിൽ CPI നേതാവിനെ CPM പ്രവർത്തകർ മർദ്ദിച്ചെന്ന ആരോപണം. പയറ്റിയാൽ ബ്രാഞ്ച് സെക്രട്ടറി CC റോയിക്കാണ് മർദ്ദനമേറ്റത്. ഹൃദ്രോഗിയായ റോയി ICUവിൽ ചികിത്സയിലാണ്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് മർദ്ദനത്തിലേക്ക് നയിച്ചത്? ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. ഏതാണ്ട് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് സംഭവം. CPIയുടെ പയറ്റിയാൽ ബ്രാഞ്ച് സെക്രട്ടറി CC റോയിക്കാണ് മർദ്ദനമേറ്റത്. CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ് മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ CPI നേതാക്കൾ ആരോപിക്കുന്നത്. ഹൃദ്രോഗിയായ റോയിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിച്ചു. റോയിയുടെ വീടിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുമായുള്ള ചില വഴിപ്രശ്നങ്ങളുണ്ട്. ഈ വഴിപ്രശ്നത്തിൽ ഇടപെട്ടതാണ് വൈരാഗ്യത്തിന് കാരണമെന്നാണ് പറയുന്നത്. ഈ വഴിപ്രശ്നവുമായി ബന്ധപ്പെട്ട് CPMനെതിരെ അഴിമതി ആരോപണം നടത്തിയത് ഇവർ ചോദ്യം ചെയ്തിരുന്നു. CPM ചോദ്യം ചെയ്തിരുന്നു. ഇതേ തുടർന്ന് നേരത്തെയും ചില വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായി. പിന്നാലെയാണ് ഇപ്പോൾ ഈ മർദ്ദനം ഏറ്റിരിക്കുന്നത്. എന്നാൽ മർദ്ദിച്ചില്ലെന്നാണ് CPM ഏരിയ നേതൃത്വം പറയുന്നത്. വഴിപ്രശ്നം മാത്രമല്ല, CPIയിൽ നിന്നടക്കം CPIയിലേക്ക് പ്രവർത്തകർ കഴിഞ്ഞ കുറെ നാളുകളായി ഒഴുകി പാർട്ടിയിലേക്ക് വരുന്നുണ്ട്. അതിന്റെ വിരോധമാണ് ഈ അക്രമത്തിന് കാരണമെന്ന് CPIയും ആരോപിക്കുന്നു. എന്തായാലും റോയി ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ. സുനിൽ, ഈ വഴിപ്രശ്നവും തർക്കവും ഒക്കെ ഉണ്ടായപ്പോൾ പാർട്ടി ഇടപെട്ടിരുന്നില്ലേ? ഈ വഴിപ്രശ്നവുമായി ബന്ധപ്പെട്ട് രണ്ട് പാർട്ടികൾ എന്ന നിലയ്ക്ക് തന്നെ ആണ് ഇടപെട്ടതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഈ വഴിപ്രശ്നത്തിൽ ഒരു ഭാഗത്ത് CPMഉം മറുഭാഗത്ത് CPIയും അതുപോലെ അവിടുത്തെ കുറെ ആളുകൾ, ഏതാണ്ട് ഒരു 15ഓളം ആളുകൾ പോകുന്ന ഒരു വഴിയാണ്. ആ വഴിയിലെ ഒരു സ്വകാര്യ വ്യക്തി മണ്ണിട്ട് ആ വഴി നികത്തി അതിലെ ആളുകൾക്ക് നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ആ വഴി നന്നാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടുത്തെ പ്രദേശത്തെ ആൾക്കാരും ഈ CPI ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു പരാതി നൽകുകയും ഒക്കെ ചെയ്യുന്നത്. അതിൽ ഈ വഴി തടഞ്ഞ ആൾക്കൊപ്പം CPM പ്രവർത്തകർ നിന്നു, CPM ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ നിന്നു. അതാണ് പിന്നീട് ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയത്. പിന്നീട് അത് മർദ്ദനത്തിലേക്കും മറ്റുമൊക്കെ അതിൽ സ്വാഭാവികമായും പോലീസ് കേസെടുക്കും. കാരണം ഇന്നലെ ആദ്യം ഇയാളെ തളിപ്പറമ്പിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. അവിടെ എത്തുമ്പോൾ തന്നെ ഇത് മർദ്ദിച്ചാണ്, അതേ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് അറിയിച്ചിരുന്നു. തുടർന്ന് പോലീസ് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്റിമേഷൻ നൽകുകയും പോലീസ് അതിൽ കേസെടുക്കുന്ന നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ചെങ്ങളായിലാണ് CPI നേതാവിനെ CPM പ്രവർത്തകർ മർദ്ദിച്ചെന്ന ആരോപണം ഉയരുന്നത്.